പരിശുദ്ധ റമദാൻ വ്രതം ആരംഭിക്കുകയാണ്. ഇനി അടുത്ത 30 ദിവസങ്ങൾ വ്രതത്തിൻ്റെയും ഇഫ്താർ സംഗമത്തിൻ്റെയും പ്രാർത്ഥനകളുടെയും നാളുകളാണ്. പ്രമേഹ രോഗികളായിട്ടുള്ള വ്യക്തികൾ റമദാൻ വ്രതം എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ മനസ്സിനും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണവ. റമദാൻ വ്രതം എടുക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ പ്രമേഹ രോഗികളും വ്രതത്തിന് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ അവരുടെ ചികിത്സിക്കുന്ന ഡോക്ടറോ അല്ലെങ്കിൽ മെഡിക്കൽ ടീമിനെ കണ്ട് അവരുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ്, അതായത് ബ്ലഡ് ഷുഗറും സമ്മർദ്ദത്തിൻ്റെ തോത്, അതായത് ബ്ലഡ് പ്രഷറും പൂർണ്ണ നിയന്ത്രണത്തിലാണെന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രമേഹ രോഗത്തിൻ്റെ അനുബന്ധ പരിശോധനകളായ വൃക്കകളുടെ പരിശോധന, ഹൃദയത്തിൻ്റെ പരിശോധനയായ ECG പോലുള്ള പരിശോധന എടുത്ത് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തി വേണം 1 മാസം നീണ്ടു നിൽക്കുന്ന റമദാൻ വ്രതത്തിലോട്ട് നമ്മൾ കടക്കുവാൻ. റമദാൻ വ്രതം എടുക്കുന്ന എല്ലാ പ്രമേഹ രോഗികളും ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്, ഒരു വ്യക്തിയുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിൽ വ്യതിയാനം വന്ന് തീരെ താഴ്ന്ന ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്ന പ്രശ്നം വരുവാനുള്ള സാധ്യത വ്രതം എടുക്കുമ്പോൾ വളരെ കൂടുതലാണ് എന്നുള്ള സിറ്റുവേഷനാണ്. നമുക്കറിയാം, ഈ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് തീരെ കുറയുന്നതിന് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്ന ഒരു ടെർമിനോളജിയിലാണ് മെഡിക്കൽ സയൻസിൽ നമ്മൾ അറിയപ്പെടുന്നത്. ഹൈപ്പോഗ്ലൈസീമിയ, ഹൈപ്പോ എന്ന് പറയുന്നത് കുറയുക, ഗ്ലൈസീമിയ എന്ന് പറയുന്ന ഗ്ലൂക്കോസിൻ്റെ അളവാണ്. അപ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോഗ്ലൈസീമിയ. ഇത് പല രീതിയിലുള്ള ലക്ഷണങ്ങളായിരിക്കാം ഒരു വ്യക്തിയിൽ കണ്ടുവരുന്നത്. പെട്ടെന്നൊരു ശരീരം ക്ഷീണം തോന്നുന്നു, വിശപ്പ് തോന്നുന്നു, തലവേദന തോന്നുന്നു, ശരീരം മൊത്തം വേർക്കുന്നു, ഹൃദയമിടിപ്പുണ്ടാകുന്നു, തല കറക്കം പോലെ വരുന്നു, വല്ലാത്തൊരവസ്ഥ തോന്നുന്നു. ചിലപ്പോൾ അത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് തീരെ താഴ്ന്നാൽ കൂടുതൽ ഗുരുതരമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളായ ബോധക്ഷയം പോലും ഉണ്ടാകാൻ സാധ്യതയുള്ള അതീവ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. പലപ്പോഴും സംഭവിക്കുന്നത് ഇത് വ്രതമെടുക്കുന്ന വ്യക്തികളുടെ അശ്രദ്ധ മൂലം സംഭവിക്കുന്ന കാര്യമാണ്. കാരണം റമദാൻ വ്രതം എടുക്കുന്ന പ്രമേഹ രോഗികൾക്ക് നമുക്ക് 2ആയി തരംതിരിക്കാം. അതിൽ ഒരു വിഭാഗം ആൾക്കാർ അവർ കഴിക്കുന്ന ഔഷധം അല്ലെങ്കിൽ എടുക്കുന്ന ഇൻസുലിൻ റമദാന് മുമ്പ് 11 മാസം എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെയായിരിക്കാം ഈ 1 മാസം വ്രതമെടുക്കുന്ന റമദാൻ മാസവും ആ ഔഷധങ്ങളും ഇൻസുലിൻ എടുക്കുന്ന ആ ഒരു രീതി. ഉദാഹരണത്തിന്, ഒരു വ്യക്തി 11 മാസക്കാലം ഇൻസുലിൻ 30 രാവിലെ 30 രാത്രി 20 എടുക്കുകയും അതോടൊപ്പം ഗുളികകൾ കഴിക്കുകയും ചെയ്യുകയും അതേ വ്യക്തി പരിശുദ്ധ റമദാൻ മാസം ഇതേ ഡോസിലെ ഇൻസുലിനും ഇതേ ഡോസ് ഔഷധങ്ങളും കഴിച്ചാൽ ആ വ്യക്തിയുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് തീരെ താഴ്ന്ന ഹൈപ്പോഗ്ലൈസിമിയ വരുവാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം, റമദാൻ വ്രതക്കാലം ഏകദേശം 14 മുതൽ 15 മണിക്കൂർ വരെ ഭക്ഷണമോ ജലപാനീയമോ ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ അതുപോലെ ഇൻസുലിനോ ഔഷധങ്ങളോ എടുത്താൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് തീരെ താഴാൻ സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. മറ്റൊരു വിഭാഗമുണ്ട്, റമദാൻ്റെ 1 മാസം വ്രതക്കാലം മറ്റെല്ലാം മാറ്റിവെച്ച് അവരുടെ ഔഷധങ്ങൾ മാറ്റിവെക്കുന്നു, അവരുടെ ഭക്ഷണശീലങ്ങൾ മാറ്റിവെക്കുന്നു, അവരുടെ ദിനചര്യ മാറ്റിവെക്കുന്നു. അവർ ഈ റമദാൻ വ്രതത്തിൽ മാത്രമായി അവരുടെ ശ്രദ്ധ, വ്രതത്തിലും പ്രാർത്ഥനയിലും മാത്രമായിട്ട് ശ്രദ്ധ വരികയും അവർ ഔഷധങ്ങൾ കഴിക്കാതെയോ ഇൻസുലിൻ എടുക്കാതെയോ ഒക്കെ വന്ന് അവരുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഭയാനകമായി വർദ്ധിച്ച് ഈവൻ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമായ കീറ്റോസിസ് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിലോട്ട് എത്തിച്ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് അത്യന്തം അപകടകരമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാൻ വ്രതം എടുക്കുന്ന എല്ലാ പ്രമേഹ രോഗികളും അവരെ ചികിത്സിക്കുന്ന ഡോക്ടറെ കണ്ട് അവരുടെ മെഡിക്കൽ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്ത്, ഡയറ്റീഷ്യനും നഴ്സിംഗ് ടീമുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരുടെ ഭക്ഷണത്തിൽ ക്രമീകരണം വരുത്തണം, അവരുടെ ദിനചര്യയിൽ ക്രമീകരണം, ഉദാഹരണത്തിന് അവരുടെ വ്യായാമ മുറകളിൽ ക്രമീകരണം വരുത്തണം, അവരുടെ കഴിക്കുന്ന ഔഷധങ്ങളിൽ വ്യത്യാസം വരുത്തേണ്ടതുണ്ടെങ്കിൽ വരുത്തേണ്ടതാണ്, ഔഷധങ്ങളുടെ ഡോസിൽ വ്യത്യാസം വരുത്തേണ്ടതാണ്. എന്നാൽ മാത്രമേ 1 മാസം നീണ്ടു നിൽക്കുന്ന റമദാൻ വ്രതം ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായി തീരുവാൻ സാധിക്കുകയുള്ളൂ. ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, റമദാൻ വ്രതം എടുക്കുന്ന പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണ് ശരീരത്തിൻ്റെ ജലാംശം നഷ്ടപ്പെട്ട് നമ്മളുടെ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് സംഭവിക്കാനുള്ള സാധ്യത. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ വർഷത്തെ റമദാൻ കാലം ഫെബ്രുവരി മാർച്ച് മാസം നമ്മുടെ ചൂടേറിയ മാസങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ ജലാംശം അല്ലെങ്കിൽ തന്നെ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചില ഔഷധങ്ങൾ കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് 14-15 മണിക്കൂർ
നമ്മൾ ജലപാനീയമൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു അവസരത്തിൽ പ്രത്യേകിച്ച് ചില ഔഷധങ്ങൾ കഴിക്കുമ്പോൾ അതനുസരിച്ച് ശരീരത്തിൻ്റെ ജലാംശം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിനനുസരിച്ചുള്ള മാറ്റം ഔഷധങ്ങളിലും ഭക്ഷണ ക്രമീകരണത്തിലും വരുത്തേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണ ആരോഗ്യകരമായിട്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വ്രതക്കാലം നമുക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ.